ഹായ് ഹലോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലാട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേനോ അനിയൻ ഗൾഫിലേക്ക് പോകുന്നതായിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ അവൻ പോകുന്നതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിയാൽ എന്തായാലും ബേക്കറിയും ചായയും കുടിക്കുന്ന പതിവില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ തന്നെ കേട്ടോ. അതിന് മുന്നേ നമ്മൾ സ്കൂളും കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇതാ മക്കളും ഞാനൊക്കെ കൂടാൻ വന്നാലും ആദ്യം തന്നെ പഴം മുട്ട കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേഗം മക്കൾക്ക് വേഗം പഴമൊക്കെ വാട്ടിയിട്ട് വേഗം ചായയൊക്കെ കൊടുക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ അവന് ഇന്ന് രാത്രി കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കാനുണ്ട്. എല്ലാവരും വരികയൊക്കെ ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ എന്തായാലും ആരെങ്കിലുമൊക്കെ യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ഞാനും ഉമ്മയും നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചായൻ്റെ പരിപാടിയൊക്കെ നോക്കുന്ന സമയം കൊണ്ട് ഉമ്മ ഇതാ കടയിലേക്കുള്ള മോരൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടേ. അങ്ങനെ ഇതാ കോലായിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതാ ഫൈസാ മോൻ എണീറ്റിട്ട് കോലായിലേക്ക് വന്നിട്ടുണ്ട്. മൂപ്പര് വയ്യെ തന്നെ വരണം കേട്ടോ. കാരണം റോഡ് നിങ്ങളിപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഞാൻ കണ്ണ് തെറ്റുന്ന പേടിച്ചിട്ട് പെട്ടെന്ന് വന്ന് നോക്കും കേട്ടോ. അവൻ്റെ പുറകെ നടക്കും. അങ്ങനെ ഇത് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉന്നക്കായും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഫീസറിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുട്ടും അതേപോലെ തന്നെ ഇന്നലെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്നെന്തോ ട്രീറ്റൊക്കെ കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി അവന് കഴിക്കാണ്ട് വീട്ടിലേക്ക് കൊണ്ടു തന്ന കേട്ടോ. ചിക്കൻ പൊള്ളിച്ചതോ മറ്റോ അതിന് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളതൊക്കെ കഴിച്ച്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബീഫ് വരട്ടാൻ പോകട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇത് നമ്മൾ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇതാ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് ബാക്കി നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി വേഗം തണുപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വീഡിയോ കൂടിയ കൊടുക്കുന്ന സമയത്ത് അവൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒന്നും കേടൊന്നും ആവാണ്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം മീറ്റ് മസാലയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കേട്ടോ. ഇതിൽ നമ്മൾ കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് ഉള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കില്ല. നമ്മൾ ബീഫൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അത് നല്ലോണം വരട്ടി എടുക്കണമല്ലോ. അങ്ങനെ ഞാനതവിടെ ചെറിയ തീയിലാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നെയ്ച്ചോറും അതേപോലെ തന്നെ വറുത്തരച്ചിട്ട് ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അടുപ്പിലേക്ക് വട്ട വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം 2 കിലോൻ്റെ മേലെ നമ്മൾ ചിക്കൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വറുത്തരച്ചിട്ട് കുറച്ച് കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ രാത്രി അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ അതും വരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ച് ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് തേങ്ങയിലേക്ക് ഞാൻ പെരിഞ്ചീരകവും അതേപോലെ തന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് അതും അപ്പുറത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ അടുപ്പിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പുറത്തെ അടുപ്പും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബീഫ് ഒരുവിധം വരട്ടിയതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിലേക്ക് മാറ്റി കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ആക്കിയതാ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചക്കേക്കുള്ള എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിനെ. പിന്നെ അതൊന്നും ഞാൻ അധികം എല്ലാവർക്കും ഒന്നും വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നില്ലേ ഉമ്മല്ലേ പെങ്ങൾ റെഡിയാക്കി കൊടുക്കണ്ടേ. അങ്ങനെ നമ്മളിതാ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷകളൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് എടുത്ത് വെച്ച് അവന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിക്കുക നമുക്ക് ഏറ്റവും അടുത്തുള്ള നമ്മളെ ബ്രദറിനെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ പോകുന്നിടത്ത് നമുക്ക് അറിയുന്ന ആൾക്കാരും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും, അതുപോലെ തന്നെ ടയർ പത്തിരി, ബീഫ്, കോഴിയട അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. അതിനിടയിൽ രാത്രിക്കുള്ള ഫുഡ് ഓരോരുത്തർ കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് വന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് ലാസ്റ്റ് നിമിഷത്തിലുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് അവന് ഫുഡൊക്കെ കഴിക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടിയിട്ടാണ് കൊണ്ടുപോയി യാത്ര അയക്കാൻ പോകുന്നത്. അപ്പം പിന്നെ ഇതാ ലാസ്റ്റ് നിമിഷം ഇതാ നമ്മൾ പെട്ടി കെട്ടലും കാര്യങ്ങളൊക്കെ. ഈ ഒരു ടൈം ഇപ്പം ഞാൻ നല്ല സന്തോഷത്തോടെ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രയായാലും ഏറ്റവും സങ്കടമുള്ള ഒരു നിമിഷം തന്നെയാണല്ലോ. ഇത് ലാസ്റ്റ് ഈ ഒരു ഷൂ ഇടുന്നതും അതൊക്കെ നമ്മളൊരു പ്രവാസിയായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് കാണുമ്പോൾ. ഇപ്പോൾ ഇന്നലെ വരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുള്ള് പോവുകയൊക്കെ ചെയ്ത് രാത്രിയായപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പോയിട്ട് നല്ലൊരു ജോലിയൊക്കെ റെഡിയായിട്ട് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറട്ടെ. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ദിവസത്തെ വീഡിയോ കേട്ടോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. രാവിലെ ഞാനും ഉമ്മയും വാപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അടുത്ത് നമുക്ക് താഴെ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് 170 നമുക്ക് ഈ 2 ചട്ടി ഇട്ടേരും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നമ്മൾ നല്ലൊരു പാൽച്ചായൊക്കെ റെഡിയാക്കി ഉപ്മാവും അതേപോലെ തന്നെ മിക്സ്ചറും ഉപ്മാവും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ളത്.